ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഏവർക്കും ക്രിസ്തയേശുവിലുള്ള പ്രഭാത വന്ദനത്തെ നേരുന്നു. ഇന്ന് നമുക്ക് ചിന്തിക്കുവാനുള്ള ഭാഗം ക്രിസ്തുവിൻ്റെ ശബ്ദം വചനത്തിലൂടെ കേൾക്കുക. ആധാരവാക്യമായി നമ്മൾക്ക് ലഭിച്ചിരിക്കുന്നത്, അതിന് യേശു ഉത്തരം പറഞ്ഞത്, നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയായ്ക കൊണ്ട് തെറ്റിപ്പോകുന്നു. മത്തായിയുടെ സുവിശേഷം 22:29 വാക്യം. ഈ അന്ത്യകാഹളനാദത്തിങ്കൽ മനുഷ്യൻ വഴിതെറ്റിപ്പോകുന്നതിൻ്റെ കാരണങ്ങളെക്കുറിച്ചാണ് കർത്താവ് വ്യക്തമായിട്ട് പറയുന്നത്. ഇവിടെ രണ്ട് കാരണങ്ങൾ പറയുന്നു. ഒന്ന്, തിരുവെഴുത്തുകളെക്കുറിച്ച് മനുഷ്യനുള്ള അജ്ഞതയും. രണ്ടാമത്തെ കാരണം പറയുന്നത്, ദൈവശക്തിയെ അറിയായ്ക കൊണ്ടും മനുഷ്യൻ വഴിതെറ്റിപ്പോകുന്നു. ഈ രണ്ട് വിഷയങ്ങളെക്കുറിച്ചാണ് ഇന്ന് തിരുവചനം നമ്മോട് പറയുന്നത്. ഒന്ന്, തിരുവെഴുത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും തിരുവെഴുത്തിൽ നാം എങ്ങനെ ആശ്രയിക്കണം എന്നതിനെക്കുറിച്ചുമാണ് ഇവിടെ പറയുന്നത്. റോമർ 15 അതിൻ്റെ 13 വാക്യം നമ്മോട് ഇങ്ങനെ പറയുന്നു, എന്നാൽ പ്രത്യാശ നൽകുന്ന ദൈവം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി വിശ്വസിക്കുന്നതിനുള്ള സകല സന്തോഷവും സമാധാനവും കൊണ്ട് നിങ്ങളെ നിറയ്ക്കുമാറാകട്ടെ. നമ്മൾ ഒറ്റപ്പെട്ടിരിക്കുന്ന സാഹചര്യങ്ങളിൽ, നമ്മൾ വിഷമിച്ചിരിക്കുന്ന സാഹചര്യങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവ് തിരുവചനത്തിലൂടെ നമ്മെ ബലപ്പെടുത്തുന്നു എന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്നത്, പരിശുദ്ധാത്മാവ് നമ്മുടെ കാര്യസ്ഥനാണ്. നാം എന്ത് ചെയ്യണമെന്നും എന്ത് ചെയ്യാൻ പാടില്ല എന്നും പരിശുദ്ധാത്മാവ് നമ്മളെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നു. ഇവിടെ തിരുവചനം പറയുന്നത് ഇങ്ങനെയാണ്, പരിശുദ്ധാത്മാവ് നമ്മൾക്ക് പ്രത്യാശ നൽകുന്നു. നമ്മൾ ജീവിതത്തിൽ ഒന്നുമില്ലാതെ പോകുന്ന, നമ്മൾക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ ചിന്തിച്ചിരിക്കുന്ന സമയത്താണ് പരിശുദ്ധാത്മാവ് ബുദ്ധിപരമായിട്ട് നമ്മോട് ഇടപെടുന്നത്. ഇവിടെ ഇങ്ങനെ പറയുന്നു, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി വിശ്വസിക്കുന്നതിനുള്ള സകല സന്തോഷവും സമാധാനവും കൊണ്ട് നിങ്ങളെ നിറയ്ക്കുമാറാകട്ടെ. നമ്മൾ ജീവിതത്തിൽ പലപ്പോഴും പരാജയപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ, പ്രത്യേകിച്ച് ചെറുപ്പക്കാർ ചിന്തിക്കുന്ന ഒരു കാര്യമാണ് ആത്മഹത്യ എന്ന് പറയുന്നത്. എന്നാൽ പരാജയത്തിൽ നമ്മെ സപ്പോർട്ട് ചെയ്യുന്ന, പരാജയത്തിൽ നമ്മൾക്ക് വിജയിക്കാൻ സാധിക്കുമെന്നതാണ് തിരുവചനം നമ്മോട് പറയുന്നത്. ഇവിടെ ഒരു പ്രത്യാശ എന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ, ജീവിതത്തിൻ്റെ താളം തെറ്റിയിരിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്നു, എന്ത് കാരണത്താൽ നാം ദൈവത്തിൽ നിന്ന് അകന്നുപോയോ അതേ രീതിയിൽ തന്നെ നമ്മൾ ദൈവത്തോട് അടുത്ത് നിൽക്കുകയും ചെയ്യണമെന്ന് വ്യക്തമായിട്ട് നമ്മോട് പറയുന്നു. ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ്, യോശുവയുടെ പുസ്തകം 1 അതിൻ്റെ 9 വാക്യം നമ്മോടിങ്ങനെ പറയുന്നു, നിന്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെയും നിന്നോട് കൂടെ ഉള്ളതുകൊണ്ട് ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കുക, ഭയപ്പെടരുത്, ഭ്രമിക്കുകയും അരുത് എന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ചിരിക്കുന്നുവല്ലോ. നമ്മൾ ഏത് സാഹചര്യത്തിലായിരുന്നാലും, നമ്മൾ എവിടെയായിരുന്നാലും ദൈവം നമ്മോടൊപ്പമുണ്ട്. അതിനാൽ നാം എന്ത് ചെയ്യരുത്, ഭയപ്പെട്ടു പോകരുത് എന്നതാണ് തിരുവചനം നമ്മോട് വ്യക്തമായിട്ട് ഓർമ്മിപ്പിക്കുന്നത്. ഈ തിരുവചന ആശയങ്ങളിൽ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെങ്കിൽ, ഈ തിരുവചന ആശയത്തിൽ നമ്മൾ പ്രത്യാശിച്ചിരിക്കുകയാണെങ്കിൽ നമ്മൾ അധൈര്യപ്പെട്ടു പോകത്തില്ല. രണ്ടാമത്തെ ഭാഗം നമ്മോട് പറയുന്നത് ദൈവിക ശക്തിയെക്കുറിച്ച്. പലപ്പോഴും നാം ചിന്തിക്കാതെ പോകുന്ന, മനസ്സിലാക്കാതെ പോകുന്ന ഒരു ശക്തിയാണ് ദൈവിക ശക്തി എന്നത്. പലപ്പോഴും നമ്മൾ നിസ്സഹായ അവസ്ഥയിലായിരിക്കുമ്പോൾ ആശ്വാസത്തിൻ്റെ സന്ദേശകമായിട്ട് ദൈവം നമ്മെ തേടിയെത്തുന്നുണ്ട്. ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ്, മത്തായിയുടെ സുവിശേഷം 9 20 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ രക്തസ്രാവം പിടിച്ച ഒരു സ്ത്രീയെ പരിചയപ്പെടുത്തുന്നു. ആ സ്ത്രീയുടെ മനസ്സിലൊരു ചിന്തയുണ്ട്, എൻ്റെ രക്ഷിതാവായ ക്രിസ്തുവിനെ ഞാൻ ഒരു നോക്ക് കണ്ടാലെങ്കിലും, അല്ലെങ്കിൽ എൻ്റെ രക്ഷിതാവായ ക്രിസ്തുവിനോട് ഒരു വാക്ക് ഞാൻ സംസാരിച്ചു കഴിഞ്ഞാൽ എൻ്റെ രോഗത്തിൽ നിന്നും എൻ്റെ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമുണ്ടാകും. ഇന്ന് ഞാൻ നേരിടുന്നതായ പ്രതിസന്ധിയെക്കുറിച്ച് കർത്താവായ യേശു ക്രിസ്തുവിനോട് ആ സ്ത്രീ ബോധിപ്പിക്കുവാൻ തയ്യാറെടുത്തു. പക്ഷേ ആ സ്ത്രീ അവിടെ ഉണ്ടായിരുന്ന ആൾക്കൂട്ടത്തിനിടയിൽ തന്നെ ക്രിസ്തുവിൻ്റെ വസ്ത്രത്തിൽ തൊട്ട സമയത്ത് തന്നെ പരിശുദ്ധാത്മാവിലൂടെയുള്ള ഒരു രോഗശാന്തി ആ സ്ത്രീക്ക് ലഭിക്കുകയുണ്ടായി. ആ സ്ത്രീയെ നോക്കി കർത്താവ് പറയുന്നത് ഇങ്ങനെയാണ്, സ്ത്രീയെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ. ക്രിസ്തുവിൻ്റെ വസ്ത്രത്തിൽ തൊട്ട ഉടനെ തന്നെ പരിശുദ്ധാത്മാവിനാൽ അവൾക്ക്, ആ സ്ത്രീക്ക് രോഗസൗഖ്യം ലഭിക്കുകയുണ്ടായി. ആ സാഹചര്യത്തിൽ ക്രിസ്തു ആ സ്ത്രീയോട് പറയുകയാണ്, സ്ത്രീയെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ. ഇവിടെ ആ സ്ത്രീയുടെ വിശ്വാസം എന്നത്, കർത്താവായ യേശു ക്രിസ്തുവിനെ ഞാനൊന്ന് കണ്ടു കഴിഞ്ഞാൽ, അല്ല എങ്കിൽ അവനോടൊപ്പം ഒരു അല്പസമയം ചിലവഴിച്ച് കഴിഞ്ഞാൽ ഞാൻ അനുഭവിക്കുന്ന വേദനകൾക്കും പ്രതിസന്ധി ഘട്ടങ്ങൾക്കും ഒരു പരിഹാരം ഉണ്ടാകും എന്ന ഒരു വിശ്വാസമാണ് ആ സ്ത്രീയെ രോഗസൗഖ്യത്തിലേക്ക് എത്തിച്ചത്. 2 തീമോഥെയോസ്
2 തീമോഥെയോസ് 1-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം നമ്മോട് ഇങ്ങനെ പറയുന്നു, ഭീരുത്വത്തിൻ്റെ ആത്മാവിനെയല്ല, ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെയും ആത്മാവിനെ അത്രേ ദൈവം നമുക്ക് കാണിച്ചു തന്നത്. ഇവിടെ കർത്താവ് നമ്മോട് പറയുകയാണ്, നമ്മൾ ഈ ലോകത്തിൽ ഭീരുവായിട്ട് ജീവിക്കാനുള്ളതല്ല, ശക്തിയോടും ആത്മാവിനെ മാനിച്ചുകൊണ്ട് ശക്തിയോടും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെയും ആത്മാവിനെ ആത്മാവിൽ നാം കീഴ്പ്പെടുകയാണെങ്കിൽ നമ്മളുടെ പ്രതിസന്ധി ഘട്ടങ്ങൾക്ക് ഒരു പരിഹാരമുണ്ടാകും. ഇവിടെ ആ സ്ത്രീയോട് പറഞ്ഞത് ഇങ്ങനെയാണ്, സ്ത്രീയെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ. ഇതേപോലെ കർത്താവായ യേശുക്രിസ്തു നമ്മോടും പറയുകയാണ്, നമ്മുടെ കർത്താവിലുള്ള വിശ്വാസം നമ്മെ ഓരോരുത്തരെയും രക്ഷിക്കട്ടെ. നമുക്ക് ഈ ഒരു വാക്കിൽ നമ്മൾ വിശ്വസിക്കുമ്പോൾ നമുക്ക് രോഗത്തിൽ നിന്നും, പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിന്നും, ഏകാന്തതയിൽ നിന്നും, മാനസികമാകുന്ന വെല്ലുവിളികളിൽ നിന്നും, എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിന്നും നമുക്ക് ഒരു മോചനം ലഭിക്കും. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. അടിയങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന പൊന്നുദൈവമേ, പൊന്നുനാമത്തിനെ നന്ദി അർപ്പിക്കുന്നു. ഇന്ന് കേട്ട തിരുവചനങ്ങളെ മാനിച്ചുകൊണ്ട് അങ്ങയുടെ ഇഷ്ടപ്രകാരം അങ്ങ് നൽകുന്ന പ്രത്യാശയിലും വിശ്വാസത്തിലുമായിരിക്കുവാൻ അങ്ങ് അവിടുന്ന് സഹായിച്ച് അവിടുന്ന് ബലപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവിനെ അയച്ച് അങ്ങടിയങ്ങളെ അവിടുന്ന് നിയന്ത്രിക്കണമേ എന്നടിയങ്ങൾ അപേക്ഷിക്കുന്നു. കൃപ കൂടെ ഉണ്ടായിരിക്കണം. എല്ലാം യേശുവിൻ മഹത്വമുള്ള നാമത്തിൽ.